ഇത് 2023 മോഡലാണ്. സിംഗിൾ ഓണർ, 41,000 കിലോമീറ്റർ ഓടിയത്. 41,000. സിംഗിൾ ഓണർ ആണ്. 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 27,000 മാത്രം. ലോ കിലോമീറ്റർ. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് അല്ല. അപ്പോൾ 7 സീറ്ററിൽ ഒരു ഓട്ടോമാറ്റിക്, അത്ര ഞാൻ പറയും. അത് ഓടിക്കുന്ന ഡ്രൈവിൻ്റെ സുഖം ആസ്വദിക്കണം. അത് നാട്ടുകാരും ഫ്രണ്ട്സും കുടുംബക്കാരും ഒക്കെ പറയും. പക്ഷേ മെയിൻ്റനൻസ് വരുന്ന സാധനം തന്നെയാണ്. മാനുവൽ i20 ആണ് ഏറ്റവും ടോപ്പിൻ്റെ വാഹനം. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും ഓട്ടോ വെഞ്ചർ പാവങ്ങാട്, കോഴിക്കോട് വന്നിരിക്കുകയാണ്. പാവങ്ങാട് ലൊക്കേഷൻ ഓട്ടോ വെഞ്ചറിൻ്റെ പുതിയൊരു എപ്പിസോഡ് അല്ലേ? സ്വാഗതം. എന്താ പേരെന്താ? ത്യാഗു. ഒരു വെറൈറ്റി പേരാണല്ലോ. ഓക്കെ, ത്യാഗു. ഓക്കെ, അപ്പോൾ ഓട്ടോ വെഞ്ചറിൻ്റെ സ്പെഷ്യാലിറ്റി നിങ്ങൾക്കറിയാലോ. നമ്മൾ കഴിഞ്ഞ ഒരുപാട് വീഡിയോസ് കണ്ടവർക്ക് അറിയാം. ഓട്ടോ വെഞ്ചറിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റിൽ, നല്ല വിലപ്പാകത്തിൽ നല്ല വണ്ടികൾ കൊടുക്കുന്ന ഷോറൂമുകളാണ്. 3 സ്ഥലത്തുണ്ട് ഇവർക്ക്. പാവങ്ങാട്, കോഴിക്കോട് തന്നെ പാവങ്ങാടും കൊടുവള്ളിയും, സൗത്ത് കൊടുവള്ളി, പിന്നെ വയനാട്ടിൽ കൽപ്പറ്റ. അപ്പോൾ 3 ഷോറൂമുണ്ട്. എവിടെ വേണമെങ്കിലും ഏത് സ്റ്റോക്ക് വേണമെന്നെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി അല്ലേ? ഈ വീഡിയോയിൽ തന്നെ കണ്ടാലും കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് കണ്ടുനോക്കാം. പിന്നെ പൊതുവേ പറയുന്നൊരു കാര്യം വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന വീഡിയോസിൽ പലരും കമൻറ്റ് ചെയ്യാണ്ട് നിങ്ങൾ ഫെയർ പ്രൈസുള്ള സ്ഥലങ്ങൾ കാണിക്കും, നിങ്ങൾ വെറുതെ ഇങ്ങനെ വില കൂടിയ സ്ഥലങ്ങൾ മാത്രം കാണിക്കുന്നതല്ല. നമ്മളിങ്ങനെ ഓരോ സ്ഥലം കാണിക്കും. അതിലേറ്റവും ഫെയർ പ്രൈസിൽ നല്ലൊരു ഷോറൂമാണ് ഓട്ടോ വെഞ്ചർ. ഇതിൻ്റെ വീഡിയോ ഇട്ടാൽ പോലും ആളുകൾ വീഡിയോ വരെയൊക്കെ കാണുന്നില്ല. ഓക്കെ, റീച്ച് ഓരോന്നിനും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ പലരും ഇങ്ങനത്തെ വീഡിയോ കാണുന്നുണ്ടാവില്ല. അങ്ങനത്തെ ഒരു വന്നിട്ട് നാളെ വേറെ വീഡിയോ ചെയ്യുമ്പോൾ അതിൽ കമൻറ്റ് അടിക്കും. ഒരുപാട് ഇങ്ങനത്തെ വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. എന്തായാലും ആ ഒരു വിലയ്ക്ക് തന്നെ നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റില്ല. ആ ഒരു പ്രതീക്ഷിക്കുന്ന ആ ഒരു വിലയ്ക്ക്. ഓക്കെ, എല്ലാ സെഗ്മെൻറ്റും ഉണ്ടോ? ഓൾമോസ്റ്റ് എല്ലാ സെഗ്മെൻറ്റും ഉണ്ട്. എല്ലാം ഉണ്ട്. എന്തായാലും കണ്ടുപോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുമ്പം വീഡിയോ കിട്ടും അല്ലേ? ആദ്യ വണ്ടി ഒരു 7 സീറ്ററാണ്, റിനോ ട്രൈബർ. ഇത് ഫുൾ ഓപ്ഷനാ? ഫുൾ ഓപ്ഷൻ RX. ഓക്കെ, ഏറ്റവും ടോപ്പിൻ്റെ ഏതാ മോഡല്? 2020-21 രജിസ്ട്രേഷൻ. 20 മോഡൽ, 21 രജിസ്ട്രേഷൻ. 21 ഏത് വണ്ടിൻ്റെയും രജിസ്ട്രേഷൻ തൊട്ടുള്ള 15 വർഷത്തേക്കാണ് അതിൻ്റെ ടാക്സും കാര്യമൊക്കെ വരിക. അതെ. ഓക്കെ, അപ്പോൾ ബാക്കി സിംഗിൾ ഓണർ ആണ്. 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 27,000 മാത്രം. ലോ കിലോമീറ്റർ. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് അല്ല. അപ്പോൾ 7 സീറ്ററിൽ ഒരു ഓട്ടോമാറ്റിക്. 7 സീറ്റർ എന്ന് വെച്ചാൽ ബാക്ക് റോ കുട്ടികൾക്കേ പറ്റുള്ളൂ. ഓക്കെ, റോ ആണ്. അതെ, തീർച്ചയായും ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ 7 സീറ്റർ. എന്തായാലും 5-2-7 പേർക്ക് പോവാം. കുട്ടികളുടെ ബാക്കോട്ടേക്ക് ഇരുത്താം. ഓക്കെ, അപ്പോൾ AMT ഗിയർ ബോക്സ് ആണ് വരിക. നോർമലി ഒരു 12-15 മൈലേജ് ഉണ്ടാവും. ഇതാകുമ്പോൾ 1 കിലോമീറ്റർ ആയിട്ട് കുറയും, അത്രേ ഉള്ളൂ. ചിലപ്പോൾ അതേപോലെ തന്നെ കിട്ടും. ബട്ടൺ സ്റ്റാർട്ട്. അതെ അതെ, ബട്ടൺ സ്റ്റാർട്ട്. അലോയ്സ് വരൂലേ? ഒന്നിലും അലോയ്സ് വരില്ല. അതുപോലത്തെ ഒരു വീൽ കപ്പാണ് വരിക. ഓക്കെ, അലോയ്സ് ഇതിൻ്റെ അകത്ത് വരുന്നില്ല. എത്ര ഇനിയിപ്പോൾ ചോദിക്കുന്നത്? ഇതിന് ആസ്കിങ് ചെയ്യുന്നത് 5,35,000. 5,35,000. 20 മോഡൽ, 21 രജിസ്ട്രേഷൻ, RX ഓട്ടോമാറ്റിക്, ഫുൾ ഓപ്ഷൻ, 27,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് പോകാനാണ്. സിംഗിൾ ഓണർ കിടക്കുന്നൊരു ഡ്രൈവറാണ്. ഫുൾ ഹിസ്റ്ററി എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. നമുക്കൊരു 4.25 ലോൺ കയറാൻ ചാൻസ് ഉണ്ട്. മാക്സിമം ചെയ്യാം. 5 ലക്ഷം വരെയൊക്കെ ചാൻസ് ഉണ്ട്. കസ്റ്റമർ പ്രൊഫൈൽ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് പോളോ ആണ്. കോപ്പർ റെഡ് കളറ്, KL 52 രജിസ്ട്രേഷനും. ഇത് ഫുൾ ഓപ്ഷനാണ്. ഡീസൽ ഏതാ മോഡല്? 2015 മോഡൽ. 1.5 ഡീസൽ 2015 പോളോ ആണ്. ഒരു 18-19-20 റേഞ്ച് മൈലേജ് കിട്ടും. പിന്നെ നല്ല പവറായിരിക്കും. ഓടിച്ചു പോകുമ്പോഴുള്ള സുഖം അതൊരു. എൻ്റെ അടുത്ത് നമ്മുടെ പ്രേക്ഷകർ വിളിച്ചു ചോദിക്കാറുണ്ട്, ഇങ്ങനെ പോളോ ഒക്കെ എടുക്കുമ്പോൾ വിളിച്ച് ചോദിക്കാറുണ്ട് പേഴ്സണലി, ജിതിൻ ബ്രോ എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും? വീട്ടുകാരും കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ പറയുന്നത് എടുക്കണ്ട. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഇതിനെ പോറ്റാനുള്ള പൈസ ഉണ്ടെങ്കിൽ ഇതെടുത്തിട്ട് ഓടിക്കുന്ന ഡ്രൈവിൻ്റെ സുഖം ആസ്വദിക്കണം. വേറെ തന്നെയാണ്, അത്ര ഞാൻ പറയൂ. അത് ഓടിക്കുന്ന ഡ്രൈവിൻ്റെ സുഖം ആസ്വദിക്കണം. അത് നാട്ടുകാരും ഫ്രണ്ട്സും കുടുംബക്കാരും ഒക്കെ പറയും. പക്ഷേ മെയിൻ്റനൻസ് വരുന്ന സാധനം തന്നെയാണ്. അത് കണ്ടിട്ട് എടുത്ത് അത് താങ്ങാനുള്ള, ആ മെയിൻ്റനൻസ് താങ്ങാനുള്ള പൈസ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും എടുത്ത് ആസ്വദിക്കണം. ആര് പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല ഇത്. ഓക്കെ, അപ്പോൾ കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 79,000. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും നിലവിലില്ല. സർവീസ് ഉണ്ടോ? പക്ക സർവീസ് കമ്പനിന്നല്ല, പുറത്തുനിന്ന് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. ഓക്കെ, വണ്ടി എന്തായാലും നിങ്ങൾക്ക് സ്കാൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. ഒരു പ്രീമിയം സെഗ്മെൻറ്റ് എങ്ങനെയാണോ നോക്കുന്നത് അതേപോലെ തന്നെ നോക്കി എടുക്കാൻ പറ്റും. ഇൻസ്പെക്ഷനൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? എത്രയാണ് ചോദിക്കുന്നത്? 3,95,000. 3,95,000 രൂപയ്ക്ക് 2015 ഹൈലൈൻ ഡീസൽ 79,000 കിലോമീറ്റർ ഓടിയ ഈ ഒരു പോളോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. മെയിൻ്റനൻസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ കാണേ, അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യാനുണ്ടാവും. വണ്ടി ഡീസലാണ്. ഡീസൽ വണ്ടി പൊതുവെ മെയിൻ്റനൻസ് ആണ്. അതിന് ജർമ്മൻ വണ്ടി എന്ന് വെച്ചാൽ അത്യാവശ്യം എമൗണ്ട് നമ്മൾ കാണണം മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ലോൺ എത്ര വരും?
ലോൺ ഒരു 85% ഒക്കെ കയറും. അത്രയും കിട്ടും. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതും പ്രീമിയം ഹാച്ച് ബാക്ക് തന്നെ ഹ്യുണ്ടായി i20 KL 17 മൂവാറ്റുപുഴ രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതേതാ മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2016 ആസ്റ്റ ഓപ്ഷനിലാണ് വരിക. ഏറ്റവും ടോപ്പിന് വണ്ടി. 16 6 എയർ ബാഗ് വരുന്നുണ്ടോ? 6 എയർ ബാഗ് അന്നതിൽ ഇറങ്ങിയിട്ടില്ല. ഹെഡ്ലാമ്പും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, ഡയമണ്ട് ടൈലേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? ഓക്കെ, പുഷ് ബട്ടണും 2 എയർ ബാഗ് എല്ലാ ഫീച്ചേഴ്സും എല്ലാ കാര്യങ്ങളും വരും. കിലോ പെട്രോളോ? പെട്രോൾ i20 ആണ്, 16 മോഡൽ, ഏറ്റവും ടോപ്പ് എൻഡ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. കിലോമീറ്റർ എത്രയും? കിലോമീറ്റർ 59,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ ആണ് ഇതും. സർവീസ് ടയറും കാര്യങ്ങളൊക്കെ ഫ്രഷ് ആണ്. ഓക്കെ, സർവീസ് ഒക്കെ ഉണ്ടോ? സർവീസ് ഒക്കെ ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ പെട്രോൾ i20 ആണ്. മെയിൻ്റനൻസ് സൈഡും കാര്യമൊന്നും അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. മൈലേജ് കുറവായിരിക്കും, 11 to 14 വരെയൊക്കെ കണ്ടാൽ മതി. ഓക്കെ, എത്രയാണ് ചോദിക്കുന്നത് ഇപ്പോൾ? ഇതിന് 4,95,000 രൂപ. 4,95,000 2016 i20 ഏറ്റവും ടോപ്പ് ആൻഡ് ആസ്റ്റ പെട്രോൾ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സെക്കൻഡ് ഓപ്ഷനിലേക്ക് വരുന്ന ലോ കിലോമീറ്റർ വണ്ടിയാണ്. ലോണും ഒരു 90% കയറും. അടുത്ത വാഹനം എന്താ? ഹ്യുണ്ടായി വെന്യൂ KL 11 കോഴിക്കോട് വണ്ടി തന്നെ. ഒരു ഗ്രീൻ അല്ലേ, ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? ഇത് 2020 മോഡൽ SX ഓപ്ഷനിലാണ് വരിക, ഏറ്റവും ടോപ്പ് എൻഡ്. ഇതിപ്പോൾ കാണുന്നല്ല ഫുൾ ഓപ്ഷൻ ആണല്ലോ വണ്ടി. എല്ലാം ഫുൾ ഓപ്ഷൻ ആണല്ലോ. ഓക്കെ, ഡീസലാണ്. ഏതാ 20 മോഡൽ അല്ല? 20 മോഡൽ ഡീസൽ. സിംഗിൾ ഓണർ, 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 63,000 കിലോമീറ്റർ. ഡീസൽ എന്ന് വെച്ചാൽ അതൊരു ഓട്ടോയല്ല. അതിൽ തന്നെ ഇപ്പോൾ 60 സർവീസ് കമ്പനിയിൽ നിന്ന് കഴിഞ്ഞു. ഡീസൽ മാനുവൽ. മൈലേജ് ഉണ്ടാവും അത്യാവശ്യം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 18, 19, 20 ആ റേഞ്ച് മൈലേജ് കിട്ടുന്ന ഒരു സെക്കൻഡ്. കുറേ അധികം ഫീച്ചർ, സൺറൂഫ് വരും, ഏറ്റവും ടോപ്പനാണ്. 6 എയർ ബാഗ് എല്ലാം ഉണ്ടാവും അല്ലേ? ചാർജിങ് വരും, ഒന്നുമില്ല, ഇല്ലാത്ത ഒന്നുമില്ല. ഫുള്ളോട് വണ്ടി. അതെ, കോഴിക്കോട്. വെന്റിലേഷൻ മാത്രം ഇല്ലാന്ന് തോന്നുന്നു. സീറ്റ് വെന്റിലേഷൻ ഇല്ല, പക്ഷേ സോണറ്റിൽ വരുമ്പോൾ അതിനകത്ത് ഇപ്പോഴത്തേല് വരുന്നുണ്ട്. അന്നത്തേല് വെന്യൂല് അത് വരുന്നില്ല, സീറ്റ് വെന്റിലേഷൻ. ഓക്കെ, 20 മോഡൽ ഡീസലാണ്, 68,000 കിലോമീറ്റർ. സോറി, 63,000. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. ഓക്കെ, പ്രോപ്പർ സർവീസ് എല്ലാം ഉണ്ട്. എത്ര ചോദിക്കുന്നതിന്? ഇതിന് 8,50,000 രൂപ അല്ലേ? കൂടുതൽ എൻക്വയറി വരുന്ന വണ്ടിയാണ്. ചെറിയ മാറ്റം നമുക്ക് ചെയ്തു കൊടുക്കാമല്ലോ എല്ലാ വണ്ടിക്കും അല്ലേ? ഓക്കെ, 8,00,000 2020 മോഡൽ വെന്യൂ ഏറ്റവും ടോപ്പ് എൻഡ് SX ഓപ്ഷനിലാണ്. ഡീസൽ ഓരോ ഓപ്ഷൻ മാറുന്നതിനനുസരിച്ച് 50,000 25,000 ആ ഒരു വ്യത്യാസം വരുന്നുണ്ട്, അതും കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ SX ഓപ്ഷണൽ ഡീസൽ 8,00,000 നിങ്ങൾക്ക് കൊണ്ടുപോകാം. താല്പര്യം എന്തായാലും വിളിച്ചോളൂ. ഒരു 8 ലക്ഷം വരെ ലോൺ വരുമോ? കസ്റ്റമർ പ്രൊഫൈൽ മാക്സിമം ചാൻസ് ചെയ്ത് കൊടുക്കാം. അടുത്തത് വെന്യൂ പോലെ തന്നെ ഒരു കോമ്പാക്ട് SUV ടാറ്റ പഞ്ച്. 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗും എല്ലാം ഉള്ള ഒരു അടിപൊളി സാധനം അല്ലേ? ഓക്കെ, അതുകൊണ്ട് ഡ്യുവൽ ആണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2023 മോഡൽ പഞ്ച് ക്രിയേറ്റീവ്. അന്നത്തെ ടോപ്പിൻ്റെ വണ്ടി അല്ലേ? വണ്ടി. ഇപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആകും. ഒരുപാട് വേരിയൻസ് ഉണ്ട്, 10-15 വേരിയൻസ് ഉണ്ട്, ഓർമ്മയിലേക്കില്ല. എങ്ങനെ ഡീറ്റെയിൽ ബാക്കി? ഇത് 2023 മോഡലാണ്. സിംഗിൾ ഓണർ, 41,000 കിലോമീറ്റർ ഓടിയത്. 41,000. 7,35,000 രൂപ. 7,35 അല്ലേ? പുതിയ വണ്ടിക്ക് ഓൾമോസ്റ്റ് 11 മേലെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഈ 7,35 40 എത്ര പറഞ്ഞു? 41,000 കിലോമീറ്റർ. 41,000 കിലോമീറ്റർ 2023. വാറണ്ടി ഇപ്പോൾ 26 വരെ കമ്പനി വാറണ്ടിയിൽ ഉണ്ടാവില്ല. വേണമെങ്കിൽ അഡീഷണൽ വേറെ എടുത്തു കൊടുക്കാം. എന്തായാലും കമ്പനി വാറണ്ടിയിലാണ് ഇപ്പോൾ ഉള്ളത് 2026 വരെ. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിക്കാം. പഞ്ചാണ്, ഒരു 12-15 ഏകദേശം മൈലേജ് കിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തത് ടാറ്റ ടിയാഗോ ആണ്. KL 57 കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ്. ഇതൊരു ലിമിറ്റഡ് എഡിഷൻ വാഹനമാണ്. ഇതിൻ്റെ ഓപ്ഷൻ തന്നെ അങ്ങനെയാണല്ലേ? ഓപ്ഷൻ തന്നെ LE എന്നാണ് വരിക. സാധാരണ XC, XM, XZ പ്ലസ് അല്ല XZ പ്ലസ് അങ്ങനെയൊന്നുമല്ല, LE ലിമിറ്റഡ് എഡിഷൻ. എന്തായാലും ഏതിൻ്റെ നടുക്കായിട്ട് നിൽക്കുന്നത്? അങ്ങനെ പറയുകയാണെങ്കിൽ XC, XM ഒക്കെ കഴിഞ്ഞ് XZ പ്ലസിന്റെ ഒക്കെ മിഡിലായിട്ട് നിൽക്കും. എന്തൊക്കെ ഫീച്ചേഴ്സ്? അഡീഷണൽ ആയിട്ട് പറയാൻ ഇതിലേക്ക് അലോയ്സ് വരും, മിററിലെ ഇൻഡിക്കേറ്റേഴ്സ് വരും, ഇൻബിൽറ്റ് സ്റ്റീരിയോ വരും. അതൊക്കെയാണ് ഇതിൽ കാര്യമായിട്ട് പറയാനുള്ള മാറ്റങ്ങൾ. ഓക്കെ, അപ്പോൾ ഏതാ മോഡൽ? ഇത് 21 മോഡൽ, 2021 ലിമിറ്റഡ് എഡിഷൻ ആണ്. ബാക്കി ഓട്ടം 47,000 കിലോമീറ്റർ ഓടിയത്. 47,000 കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, എന്തെങ്കിലും ക്ലെയിമോ കാര്യങ്ങളുണ്ടോ? ഇല്ല, ചെറിയൊരു ടച്ചപ്പ് ഒക്കെ ബമ്പർ കവറുണ്ട്, അതല്ലാണ്ട് വേറെ മേജർ ക്ലെയിംസോ കാര്യങ്ങളൊക്കെ. ഇതും 5 സ്റ്റാർ റേറ്റിംഗ് വന്ന വണ്ടിയാണ്. സേഫ്റ്റിയിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വണ്ടിയാണ്. മൈലേജ് ടിയാഗോൻ്റെ ഒരു 14-17 റേഞ്ചൊക്കെ കിട്ടുക. ടിയാഗോ മൈലേജ് കിട്ടുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റും വരുന്നുണ്ട്. അത് ഓടിക്കുന്ന ഡിഫറൻസാണ്. എടുത്ത പാടുള്ള വണ്ടിയൊക്കെ ഒന്നും പെട്ടെന്ന് മൈലേജ് കിട്ടിക്കൊള്ളുന്നില്ല. കുറച്ച് വണ്ടി ഓടി ലെവലായി അങ്ങനെ കിട്ടുള്ളൂ. ഈ വണ്ടിക്കൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് നോക്കി ഓടിച്ചു കഴിഞ്ഞാൽ അല്ലേ? പിന്നെ ബോഡി അത്യാവശ്യം സ്ട്രോങ് ആണല്ലോ, അതിൻ്റെതായിട്ടുള്ള ഒരു തീർച്ചയായും.
ഓക്കെ. അപ്പോൾ ഒരു 13-17 കൂട്ടിക്കണം. ഓക്കെ. എത്ര ഇതിപ്പോൾ ചോദിക്കുന്നത്? എത്ര? 4,40,000. 4,40 2021 മോഡൽ ലിമിറ്റഡ് എഡിഷൻ 47,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഈ ഒരു ടിയാഗോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 4 ലക്ഷം വരെ ലോൺ ചെയ്യാൻ ഓൾമോസ്റ്റ് 90 തന്നെ ചെയ്ത് കൊടുക്കാം. ടാറ്റയല്ല, നല്ല ഫണ്ടിങ് ഉണ്ടാവും. ഓക്കെ. അടുത്തതാ നമ്മൾ ഇതുവരെ കാണിച്ചാൽ ഏറ്റവും ചെറിയ സെഗ്മെൻ്റാണ് റിനോ ക്വിഡ് ആണ്. KL65 തിരൂരങ്ങാടി രജിസ്ട്രേഷൻ വാഹനം. ഇത് 1000 cc ആണോ 800 cc ആണോ? 1000 cc RXT. ഓക്കെ. RXT ഓപ്ഷനിൽ ഫുൾ ഓപ്ഷനാണ്. അതിൻ്റെ തൊട്ട് താഴെ RXT. ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ മോഡൽ? ഇത് 2018 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് നിലവിൽ 68,000 കിലോമീറ്റർ. 68,000 18 മോഡല്. ഓക്കെ. സർവീസ് ആണോ പ്രോപ്പർ? സർവീസ് ഒക്കെ ഉണ്ട്. ഓക്കെ. എന്തെങ്കിലും പരിക്കോ കാര്യങ്ങളോ? ഇല്ല. 1 ഇയർ വാറണ്ടി കൊടുക്കാം. 1000 cc വണ്ടിയാണ്. ഒരു 17-20 റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടും. ഓക്കെ. അപ്പോൾ മാനുവൽ. ഓക്കെ. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? 2,55,000 രൂപ. 2.5 ലക്ഷത്തിന് RXT 2018 ക്വിഡ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2,55,000 രൂപക്ക്. ലോണും ഒരു 2.25 എന്തായാലും കയറും. ഓക്കെ. അടുത്ത വാഹനം ന്യൂ ഷേപ്പ് i20 ആണ്. KL1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വണ്ടി. സൺറൂഫ് ഒക്കെ വരുന്ന ടോപ്പല്ലേ ഇത്? ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ്. സൺറൂഫ് അടക്കം വരുന്നുണ്ട്. എങ്ങനെ ഡീറ്റെയിൽ മോഡലൊക്കെ? 2022 മോഡലാണ്. 22. ഓക്കെ. 22 ആസ്ട്രോ ഓപ്ഷനാണ്. ഓക്കെ. 47,000 കിലോമീറ്റർ. 47,000. സിംഗിൾ. എക്സ്റ്റൻഡ് വാറണ്ടി ഒന്നും എടുത്തില്ലല്ലോ? എക്സ്റ്റൻഡ് വാറണ്ടി ഇല്ല. നമുക്ക് അഡീഷണൽ വേറെ എടുക്കാം. ഷോറൂം വാറണ്ടി തന്നെ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന വാറണ്ടി എടുക്കാം. ഓക്കെ. കൊടുക്കാൻ പറ്റും അഡീഷണൽ. എന്തായാലും 3 വർഷത്തെ പഴക്കമാണ് നിലവിലുള്ളത്. 40 സംതിങ് ഓടിയിട്ടുണ്ട്. വലിയൊരു ഓട്ടം കൂടുതലില്ല. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സിംഗിൾ ഓണർഷിപ്പ്. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും? ഇല്ല. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല. മാനുവൽ. ഓക്കെ. മാനുവൽ i20 ആണ്. ഏറ്റവും ടോപ്പിൻ്റെ വാഹനം. എത്ര ഇതിപ്പോൾ ചോദിക്കുന്നത്? ഇത് 7,35,000 രൂപയ്ക്ക് 2022 വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഏറ്റവും ടോപ്പല്ലേ. സൺറൂഫ് അടക്കം വരുന്നൊരു i20 ആണ്. 7,35. ലോണും ഒരു 6,25 കിട്ടും. 6,25 മേലെ കിട്ടും. ഏകദേശം എനിക്കൊന്ന് ഫുൾ ഓണിന്റെ അടുത്ത് വരെ കിട്ടും. ചാൻസ് ഉണ്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ. കാരണം പുതിയ വണ്ടിക്ക് കുറച്ച് എമൗണ്ട് ഉണ്ട്. ഓക്കെ. അപ്പോൾ താല്പര്യം എന്തായാലും വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക്. ഹോണ്ട ജാസ് അടുത്ത വാഹനം. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് CVT ട്രാൻസ്മിഷൻ വരുന്നത്. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഇപ്പോൾ കണ്ടല്ലോ ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ ആണ് വണ്ടി. എല്ലാം ഫുൾ ഓപ്ഷൻ ആണ്. ഇത് ഫുൾ ഓപ്ഷനാ? ഇത് V ആണ്. ഫുൾ ഓപ്ഷൻ തന്നെ. ക്ലൈമറ്റ് ചെറിയ മാറ്റമേ വരുന്നുള്ളൂ. ഓക്കെ. ഏതാ മോഡൽ? ഏതാ? 2018 മോഡൽ. 18V ഓട്ടോമാറ്റിക് CVT ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. പെർഫോമൻസ് അടിപൊളിയായിരിക്കും. നമ്മൾ കൊടുക്കുന്ന ത്രോട്ടിനനുസരിച്ചുള്ള പവറും അതൊക്കെ കറക്റ്റ് കിട്ടും. മൈലേജ് ഷോർട്ടായിരിക്കും. ഒരു 10-13 വരെ മാക്സിമം. 12-13 വരെ മാക്സിമം കണ്ടാൽ മതി. ഓക്കെ. അപ്പോൾ എത്ര കിലോമീറ്റർ ഓടി? കിലോമീറ്റർ 68. 68,000 2018 V ഓപ്ഷൻ ഓട്ടോമാറ്റിക് ജാസ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. എത്ര ഇനി ചോദിക്കുന്നത് ഇപ്പോൾ? 5,90,000. 18 ഓട്ടോമാറ്റിക് V ഓപ്ഷൻ. ടോപ്പിൻ്റെ തൊട്ട് താഴെ ഓപ്ഷനാണ്. ജാസ് ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയർ. ഇപ്പോൾ ഒന്നും ചെയ്യാനില്ലല്ലേ? എടുക്കുക ഓടിക്കുക. ഓക്കെ. വലിയ മെയിൻ്റനൻസും വരില്ല. സാധാ ഓയിൽ സർവീസ് ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റും. തീർച്ചയായും. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ ഹോണ്ട എമേസ്. ഒരു കോമ്പാക്ട് സെഡാൻ കാറ്റഗറി വാഹനം. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 മോഡലാണ് വരാം. 19 SMT. ഒരു മിഡിൽ ഓപ്ഷൻ കിട്ടി അല്ലേ? ഓക്കെ. നമ്മളെ ക്വിഡ് ഏകദേശം ഫുൾ ഓപ്ഷൻ തന്നെയാണ് അല്ലേ? മിഡിൽ ഓപ്ഷൻ 2019 മോഡൽ. മാനുവൽ ഡ്രൈവാണ് വരുന്നത്. ഒരു 13-16 റേഞ്ച് മൈലേജ് കിട്ടും. സെക്കൻഡ് ഷേപ്പ് അല്ലേ ഇത്? അല്ല, തേർഡ് ഷേപ്പ് അല്ലേ ഇത്? ഇപ്പോൾ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നത്തെ ഷേപ്പാ? അല്ല, അതിൻ്റെ മുന്നത്തെ ഷേപ്പ്. ഓക്കെ. 19 മോഡൽ. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല. 4 ടയേഴ്സ് യോക്കോമേൻ്റെ ഫ്രഷ് ടയേഴ്സ് ഉണ്ട്. അല്ലേ? അത്യാവശ്യം ലൈഫ് കിട്ടും. യോക്കോമേൻ കിട്ടും. ഓക്കെ. ബാക്കി 45,000 കിലോമീറ്റർ ഓടിയത്. ഓണർഷിപ്പ് വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 19 SMT ആണ്. മാനുവൽ എമേസ്. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? 5,80,000. 5,80,000 രൂപയ്ക്ക് 19 മാനുവൽ എമേസ് കൊണ്ടുപോകാം. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും, സ്റ്റിയറിംഗ് കൺട്രോൾസ്, മിറർ അഡ്ജസ്റ്റ്മെന്റ് അടക്കമുള്ള അങ്ങനത്തെ ബേസിക് കൊണ്ട് എല്ലാ ഫീച്ചേഴ്സും ഇതിലുണ്ടാവും. ഓക്കെ. ഹോണ്ടയുടെ ബേസ് മോഡലിൽ തന്നെ അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ്. ഒരു 5 lakhs ലോൺ കിട്ടും. 5 lakhsന്റെ മേലെ കിട്ടും. ഫുൾ ലോൺ വരെ നോക്കാം. മാക്സിമം പ്രൊഫൈൽ ചെക്ക് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ടാറ്റ ടിയാഗോ തന്നെ. ഡ്യുവൽ ടോൺ ആണതും. KL 39 രജിസ്ട്രേഷൻ. 39. ഏതാ മോഡല്?
2023 മോഡലാണ്. 23 അല്ലേ? ഓക്കെ. XLA+ ഡ്യുവൽ ടോൺ. ഇത് ഫുൾ ഓപ്ഷനാണ്. ഏറ്റവും ടോപ്പിൻ്റെ XLA+ ഓട്ടോമാറ്റിക് വാഹനമാണ്. 23 മോഡലിൽ ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ. എത്ര കിലോമീറ്റർ ഓടി? 30,000 കിലോമീറ്റർ. എത്ര? 30,000 സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സിംഗിൾ ഓണർ. ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് ഒരു 13-16 റേഞ്ചൊക്കെ ഏകദേശം കിട്ടും. AMT ഗിയർ ബോക്സ് ആണ്. വലിയ ലോസ് വരില്ല അല്ലേ? ഓക്കെ. എന്തെങ്കിലും വർക്കോ കാര്യമുണ്ടോ വണ്ടിയിൽ? നിലവിൽ വർക്കും കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. 1 ഇയർ വാറണ്ടി എടുത്തിട്ടാണ് കൊടുക്കുക. ഓക്കെ. കാര്യങ്ങൾ പ്രശ്നങ്ങളൊന്നുമില്ല. എത്ര ഇനിയിപ്പോൾ ചോദിക്കുന്നത്? എത്രയാണ്? ഇതിന് 5,75,000. 5,75,000 2023 XLA+ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് എൻഡ് ഈ ഒരു ടിയാഗോ നിങ്ങൾക്ക് കൊണ്ടോ ഡ്യുവൽ ടോൺ വണ്ടിയാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വിളിച്ചോളൂ. ഒരു ഫുൾ ലോൺ അടുപ്പിച്ച് തന്നെ കിട്ടും. മാക്സിമം ലോൺ സൗകര്യമുണ്ട്. ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാം. ഈ ലോൺ എന്ന് പറയുമ്പോൾ ലോൺ കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. കയ്യിലുള്ളത് മാക്സിമം ഇട്ടിട്ട് തന്നെ വണ്ടി എടുത്താൽ മതി. അതെ, വെറുതെ പലിശ കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ്. പിന്നെ ആഗ്രഹത്തിൽ ഓർത്ത് എടുത്തിട്ട് ആൾക്കാർക്ക് പിന്നെ ലോൺ അടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ എടുത്തോട്ടെ എന്ന് കേസ് പറയുന്നതാണ്. ഓക്കെ. അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഓട്ടോമേജറിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. പേജ് ഫോളോ ചെയ്തൊന്ന് കൂടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി. ത്യാഗൂരോ. ബൈ.